ഓണായിട്ട് ഒന്ന് തൊഴുകാനും അമ്പലത്തിലൊന്ന് കുറെ കാലമായി വന്നിട്ട് വരാനും ആഗ്രഹിച്ചു വന്നതാണ്. പക്ഷേ തിരിച്ച് എവിടെ നോക്കിയാലും ആളുകൾ, ഇവിടെ ആളുകൾ, ഇത്ര ആളുകൾ, മൊത്തം ആളുകൾ, ഇത്രയും വണ്ടികൾ. അമ്പലത്തിന്റെ പേരെന്താ? പരിയനമ്പറ്റ അമ്പലം. നാട്ടുതമ്പലാണ്. നല്ല ഫേമസ് അമ്പലമാണ്. ഇപ്രാവശ്യം പാലക്കാടുള്ളത്. അതാണ് എൻ്റെ കൂടെയാണ് ഇപ്പോൾ പ്രാവശ്യത്തെ ഓണം. അപ്പോൾ അടിപൊളിയാക്കണല്ലോ ഓണം. നമ്മൾ കളറാക്കും. അതെ, ഫുഡ് കഴിക്കണം. ഇന്നലെ തന്നെ നല്ലൊരു കിടിലം പായസം കിട്ടി. അതിനെപ്പറ്റി വിശദീകരിച്ചൊരു പ്രത്യേക ഒരു വീഡിയോ തന്നെ ചെയ്യാക്കണം. അതെ, അപ്പോൾ നമുക്ക് വീട്ടിൽ പോലെ അല്ല, വേറെ അമ്പലത്തിൽ ഇവിടെ ഒടുക്കത്തിരക്ക് ആളെന്ന് വെച്ചാൽ കണ്ടമനകളുണ്ട്. കല്യാണം ആവാത്ത അങ്ങനത്തെ കുറെ ആളുണ്ട്. ഇവിടെ വന്നു എന്തായാലും ഒരു പെണ്ണ് സെറ്റ് ആയി കിട്ടും, അത്ര ആളുകളുണ്ട്. ശരിയും, എന്നാലും എന്തായാലും ആളെ കിട്ടും, കൺഫേം ആണ്. ഇവിടെ കിട്ടും, കിട്ടാണ്ട് പോവാം. നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് ഒന്ന് പോയി നോക്കുന്നു. വേറെ അമ്പലം ഉണ്ടോ? പിന്നെ ഇത് വേറെ അമ്പലം പറയുന്നുണ്ട്, അവിടെ പോയി നോക്കാം. യെസ്. പിന്നെ സംഭവമുണ്ട്, തൊഴാനായിട്ട് അമ്പലത്തിൽ വന്നപ്പോ അമ്പലം കാണാൻ വേറെ അമ്പലമാണ്. അമ്പലം കാണാനില്ല, ഒന്നും പറയണ്ട. കുഴിച്ചിട്ട് എങ്ങോട്ടും മാറ്റി സ്ഥാപിച്ചു തോന്നുന്നു. ബോർഡ് മാത്രമുണ്ട് ഗൈസ്. അമ്പലം കാണാനില്ല. ഇങ്ങനെ അതെ, എന്ത് ചെയ്യും ഒക്കെ ചോദിച്ചിട്ട് പോകണേ. ശരത്തിന്റെ വണ്ടി, ചേട്ടൻ്റെ വണ്ടി ഏത് എന്നോട് ശരത്ത് പിന്നെ പോയോണ്ട് പ്രശ്നമില്ല. ഞാൻ പിന്നെ എൻ്റെ വണ്ടി പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. ഓരോരോ പാവം ചക്കൻ. ഫോട്ടോന് ഫ്രെയിം കിട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ എത്ര സ്ഥലത്ത് അല്ലെങ്കിൽ ഫ്രെയിം കിട്ടാൻ വേണ്ടി ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. അവിടെ പോയിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം. അത് അവിടെ നമുക്ക് അങ്ങോട്ട് പോലെ എന്നാ അന്നങ്ങോട്ട് പോവാം. നല്ലൊരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ഫ്രെയിം കിട്ടില്ല. മറ്റേ സംഭവം എന്താണ്, ഓണത്തിനാകുമ്പോ എന്തെങ്കിലും ഫോട്ടോ എന്തായാലും നിർബന്ധമല്ല. സ്റ്റോറി കാച്ചിട്ടുണ്ട് അശ്വിൻ കണ്ണൻ, പിന്നെ ശരത്ത്. അപ്പൊ അതിൽ പോയിട്ട് ലൈക്ക് അടിക്കുക. അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, അപ്പത്തേ പോയി വീഡിയോ വരുമ്പോഴത്തേക്ക് ലൈക്ക് അടിക്കണ്ടേ. പിന്നെ സദ്യക്കിലെ ഒരുക്കങ്ങൾ ഇനി ഉച്ചക്ക് നല്ല കീടിലാൻ സാധ്യത. 2 കൂട്ടം പായസം, മഴപ്പായസം ഉണ്ടാവണേന്ന് എന്റെ പ്രാർത്ഥന. എന്തൊക്കെയുണ്ട് വീട്ടില് സർപ്രൈസാന്നുള്ള കേട്ടെ. അപ്പോൾ വീട്ടിൽ പോയിട്ട് സദ്യ അടിച്ച് മിന്നിച്ച് അതിൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ വരുന്നതായിരിക്കും, കാത്തിരിക്കുക. അപ്പോൾ ഞങ്ങളിപ്പോൾ നാട്ടിൽ ഞാൻ അശ്വിനെ കൊടുന്നല്ലേ, അപ്പോൾ എന്തെങ്കിലും കാണിക്കേണ്ട വിചാരിച്ചിട്ട് പുഴ കാണിക്കാൻ വേണ്ടി വന്നതാണ്. പുഴയാണ് ഈ കാണുന്നത്. നടന്നാലോ? ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്ന സംഭവം. ഇതൊന്ന് വീഡിയോ എടുത്താൽ കിട്ടൂടാ തല്ലി. ചിലപ്പോൾ ഇവിടുന്ന് വീഡിയോ എടുത്ത് തല്ലിട്ട് ഗൈസ്. കാരണം കുറച്ചാളെ കുളിക്കുന്നൊക്കെ ഉണ്ട്, അപ്പുറന്ന് കുളിക്കുന്നുണ്ട്. അങ്ങോട്ട് ക്യാമറ പിടിക്കുക, അല്ലേ എന്തായാലും കിട്ടും തല്ലി. പാലക്കാടൊന്നും തല്ലുപിടിക്കേണ്ട ഗതികേടാവും. അതാ കിട്ടില്ല സ്ഥലമാട്ടോ. പക്ഷേ ഓ മോനെ, വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇവിടെ ലേഡീസിലും കുളിക്കുന്നുണ്ട്. ഇനി അതിന്റെ തല്ലും കൂടെ വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ഷോർട്ടാണ് വീഡിയോ. ചെറിയ ചെറിയ വീഡിയോസ് ഇടാല്ലേ. അത്യാവശ്യം ചെറിയൊരു വെയിലുണ്ട്. നല്ല സ്കൈ ഇട്ടോ. ഓക്കെ എന്റെ മോനെ, സ്കൈ നോക്കി എടാ മോനെ. ഹലോ, അപ്പം അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ശരത്തിൻ്റെ നിന്ന് കിടില ഫുഡ്. അമ്പോ ഒരു പായസം കുടിച്ചിട്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ അടയാൻ തുടങ്ങി, ഉറക്കം വന്നിട്ട്. ഇപ്പം അതിനിടയ്ക്ക് ഇപ്പം ഇവൻ വേറെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിരുന്നു വേറെ പായസം കുടിക്കാൻ. എൻ്റെ മോനെ പായസത്തിന് എൻ്റെ ഇവൻ്റെ വീട് അല്ല ബന്ധുക്കളുടെ വീടെല്ലാം അടുത്തടുത്താണ് ശരത്തിൻ്റെ. അപ്പോൾ വെച്ചാൽ രഞ്ജിത്തിൻ്റെ വീട് വേറെ ചങ്ങയുണ്ട് ഇവിടെ പാലക്കാടിലെ. അപ്പോൾ ഓൻ്റെ വീട്ടിൽ നിന്ന് വേറെ ഫുഡ് കഴിക്കാൻ വിളിച്ച് സദ്യ. അമ്പോ അത് കഴിക്കാൻ പോയാൽ ഇന്ന് കട്ട്. ഇന്ന് പിന്നെ എണീക്കണ്ട, രാത്രി നോക്കിയാൽ മതി. ഇനി എങ്ങോട്ടും പോകണില്ല മിക്കവാറും. ഇനി എങ്ങോട്ടും പോകാൻ പറ്റും തോന്നില്ല. കൊല്ലംകോടെല്ലാം പെൻഡിങ് ആവും. അപ്പം പായസം കുടിക്കാൻ പോകണ്ട അടുത്ത വീട്ടിലേക്ക്. അപ്പോൾ അശ്വിൻ എന്താ അടുത്ത ഗ്ലാസ് പായസം കുടിച്ചിട്ട് കിളി പാറാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. മിക്കവാറും കൊല്ലംകോട് പോക്കുണ്ടാവില്ല തോന്നുന്നുണ്ട്. ഒരു ഗ്ലാസ് പായസം അങ്ങനെ കുടിച്ച് ആ ചിരി കണ്ടറിയാം, കട്ടായ അവസ്ഥയാണ്. അങ്ങനെ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അശ്വിൻ എങ്ങനെയാ
അടിപൊളി നല്ല പായസല്ലേ? മധുര കറക്റ്റ് അല്ലേ? സൂപ്പർ മധുരം. അടുത്ത പായസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതായത് 3ാമത്തെ ഗ്ലാസ് പായസം. ഇതും കൂടെ കുടിച്ചാ ഇനി ഒരെണ്ണം കൂടി ഉണ്ടോ? അല്ലല്ല, ഇത് ശരത്ത് ഒറ്റ കുടിച്ചിട്ട് കഴിവ് കളിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കോ. ഒറ്റ വലിക്ക് ഇതാ കുടിച്ച് തീർക്കും. ഒറ്റ വലിക്ക് നോക്കോ, ഒറ്റ വലി കുടിക്ക്. എടാ ഇതാ പ്രേക്ഷകർ കാണും വെല്ലുവിളി. ശരത്ത് ഒറ്റ വലിക്ക് സീമ പായസം കുടിച്ചു തീർക്കും. കണ്ട ഇവന് പറ്റില്ല ഒന്നും. കണ്ട ഒറ്റ വലി കുടിക്കാൻ നോക്കുന്നുണ്ട്. ഒരു പഴം കൂടെയൊക്കെ കിട്ടുക്കും. പക്ഷെ പഴം കൂടെ അന്ന പന്ന ഒരു പിടി പിടിക്കാം. അമ്പോ എനിക്ക് അശ്വനും ബാക്കി വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. അതും നീ കുടിക്കണം. ഇത് മൊത്തം നീ കുടിക്കണം. കുടിക്ക്. ആ അത് പോവും എന്തായാലും തീർക്കാൻ പറ്റും. മധുരം കറക്റ്റ് ആണ്. മധുരം കറക്റ്റാ. നമുക്ക് ഇനി കൊല്ലംകോട് പോകാനുള്ളതല്ലേ? വേഗം കുടിക്ക്. കിടക്കണം. കുടിച്ച അശ്വിൻ മത്സരിച്ച് കുടിക്കാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുണ്ട്. ഓക്കെ, ബാക്കി ഞാൻ കുടിക്കാം. ഓനെ കൊണ്ട് കഴിയുന്നില്ല എന്ന് അശ്വിൻ പറയുന്നത്. പനമ്പൽ അവസാനത്തെ കട്ടടിച്ചോണ്ട് ശരത് പഴ. ഓ മോനെ, മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പറ്റില്ല ഇന്ന്. എല്ലാരും പായസം കുടിച്ച് വിറ്റോ സത്യായിട്ട്. തന്നെ ചോറുന്നാൻ വേണ്ടി ആ അടുക്കളയിൽ വിളിക്കാൻ തുടങ്ങി. ഇവൻ ഇനി പായസം കുടിപ്പിച്ച് കൊല്ലും. ചോറ് തന്നെ എന്താണ് ഇത്? ഇവൻ പ്രതികാരം നിൽക്കുന്ന പാലക്കാടേക്ക് വിളിച്ചിട്ട് കൊല്ലാൻ നോക്കാ തീറ്റിപ്പിച്ചിട്ട്. അടുത്ത പായസം തരാൻ ആളെത്തിയിരിക്കുന്നു. ഈ ചെങ്ങാണ് പായസം നടത്തായി കൊല്ലാൻ പോകുന്ന ആൾ. കണ്ടോളൂ എങ്ങനെ സാധിക്കുന്നു. ഇതൊക്കെ ഇത് വരാനുള്ളതേ എടുക്കുന്നുള്ളൂ. അടുത്ത പായസം വീണ്ടും പായസം കുടിക്കാൻ വേണ്ടി പോവാണ്. അതെ, അടുത്ത പായസം കുടിച്ച് ഇവൻ ഒരു ഗ്ലാസ് കുടിക്കാൻ പോവാണ്. കുടിച്ചോ നശം കുടിക്കുന്നതായിരിക്കും. പ്രതികാരം ചെയ്യാണ് ഗായ്സ്. അതെ, നാട്ടിലേക്ക് വിളിച്ചു വരുത്തി പായസം കുടിപ്പിച്ച് കൊല്ലുക. അതെ, ശരിയാണ്. കണ്ണൂരാണെങ്കിൽ ഇപ്പൊ ചിക്കൻ കൂട്ടാണ് ഒരു കളിയില്ല. കണ്ണൂര് എന്തെങ്കിലും പരിപാടി ചിക്കൻ ഉണ്ടാവും. വെറുതെ ഞായറാഴ്ച ദിവസം ചിക്കൻ ഉണ്ടാവും. ഞങ്ങളുടെ നാട്ടില് പാലക്കാട് സദ്യക്ക് ചിക്കൻ ബീഫ് വീട്ടിൽ വെക്കില്ല. എന്താ അറിയാം, നമുക്ക് ഇവിടെ വെക്കരുന്നില്ല. ഇവിടെ എന്താ വെച്ചാല് എന്താ സംഭവം, നമ്മുടെ പണ്ടത്തെ കാരണന്മാർക്ക് ഇതൊന്നും ഇഷ്ടല്ല അത്രേ. അത് കാരണമാണ് ഇവിടെ വെക്കാത്തത്. ഇവിടുത്തെ ദൈവങ്ങൾക്കൊക്കെ ഞങ്ങളെ സംഭവങ്ങളൊന്നും താല്പര്യമില്ല. എന്റെ മോനെ, ഓ നമ്മളങ്ങോട്ടാ പോകുന്ന മോനെ. ഏതായാലും സ്ഥലം അപ്പം അവിടെ എത്തിയിട്ട് കാണാം. പിന്നെ നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് വന്നേക്കാണ്. സ്ഥലം എനിക്ക് അവിടെ ചെന്നിട്ട് കാണിക്കാം അവരെ. അപ്പോൾ സ്ഥലം ഞങ്ങൾ അവിടെ എത്തിയിട്ട് റിവീൽ ചെയ്യുന്ന ഒരു സംഭവം കിട്ടില്ല. മഴയിൽ നിന്ന് വെയിലത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു കാഴ്ച. ഇവന്റെ നാട്ടിൽ ഒടുക്കത്തെ മഴ തല്ലുന്ന മഴ. അതെ, ഇവിടെ മഴയില്ല. അപ്പോൾ പോവാം. അശ്വിൻ അടിച്ച് വണ്ടി വിടുന്നുണ്ട്. നല്ല ബ്ലോക്ക് ഉണ്ട്. ഓണായത് കാരണം ആളുകളെല്ലാം അങ്ങോട്ടാണ് പോകുന്നത് തോന്നുന്നു. പണിപ്പാളി ഗൈസ്, ഒരേ ബ്ലോക്ക്. ആജാദി ബ്ലോക്ക്. നമുക്ക് ഇടയിൽ കയറ്റി ആണ്ടടി കാറ് വരുന്നുണ്ടോ? ഒന്നും കഴിയില്ല. പാട് പെടും. ടൊയോട്ടൊക്കെ വരുന്നുണ്ട്. നല്ല രസമുണ്ട് വണ്ടി കാണാൻ. എന്റെ മോൻ
മോനെ നോക്ക് ബീഫല്ലേ സാധനം. പറയാം. മോനെ കൊല്ലങ്കോടിന്റെ ഹൃദയത്തിലെ ചായക്കട അല്ലേ നേരത്തെ? കൊല്ലങ്കോടി ഹൃദയത്തിലെ ചായക്കട ഇത്. മോനെ തുറന്നില്ലോ, ഇങ്ങനെ ഓണായോണ്ട് തുറക്കണോ? ചെല്ലപ്പട്ടിലെ ചായക്കട. ചെല്ലഞ്ചേട്ടനെ കണ്ടു, കണ്ടു ചായക്കട. അശ്വനെ നമ്മളിപ്പോ സ്ഥലത്തിന്റെ പേരെന്താ? കളങ്ങോട്ട് പെരിങ്ങോട്ട്. പെരിങ്ങോട്ട്. പെരിങ്ങോട്ട് കളം. പെരിങ്ങോട്ട് അത് കൊല്ലങ്കോട്. പെരിങ്ങോട്ട് ശരി നട. കൊല്ലങ്കോട് എന്റെ മോനെ. അപ്പറേടോ തിരക്കിലൊരു സ്ഥലമുണ്ട്, ചെണ്ടുവല്ലയിലും പോയി നമ്മൾ നേരത്തെ വീഡിയോ കാണിച്ച സ്ഥലമുണ്ട്. അതെ, അവിടെ ഭയങ്കര തിരക്കും ആൾക്കൂട്ടും. ഇവിടെ കുറച്ച് ആൾക്കാർ സമാധാനമുണ്ട്, ഒരു പീസ്ഫുള്ളും. എന്റെ മോനെ ഒരു കുന്ന്, ഒരു കുന്നിന്റെ പാറപ്പുറത്തൊരു വീട്. അന്ന് ഒരു കാണിച്ചെടുക്കാം. ആ അറിയില്ല, വേണേ പറയാം. പാലക്കാടിന്റെ തനതായ ഹൃദയം എന്ന് പറയുന്നത് ഇതാണ്, കൊല്ലങ്കോടാണ്. കൊല്ലങ്കോടിന്റെ ഭംഗി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന കാഴ്ചകളും പഴമ നിലനിർത്തിക്കൊണ്ട് കുറെ കാണാനുള്ള കാഴ്ചകളും അതാണ് ഇതിന്റെ തനതായ. നിന്നോട് സഞ്ചാരം എടുക്കാനും പറഞ്ഞില്ല. എന്തായാലും കാണാൻ നല്ല രസമാണ്. സാധാരണ കാണാൻ നല്ല പഴമയൊക്കെ കാണുന്ന സമയത്ത് കാണുമ്പോൾ തന്നെ കാണുന്ന ഈ റോഡ് വരെയായിട്ട് ഓലൊക്കെ സംഭവം കാണുമ്പോ തന്നെ രസല്ലേ? സത്യം. നീ പറ. ഓക്കെ, സംഭവം നിങ്ങൾ അങ്ങോട്ട് നോക്കൂ. അതെ, കോടമലയിൽ നിന്ന് താഴ്വാരത്തിലേക്ക് ഇങ്ങനെ താഴ്ന്നിറങ്ങുന്നുണ്ട്. അതെ, ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ആളുകളെല്ലാം അത് കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ട്. ആസ്വദിക്കാൻ മാത്രമേ ഉള്ളൂ സാർ, അടിപൊളി ആസ്വദിക്കാം. വൺ ടൈം എക്സ്പീരിയൻസ് ഉണ്ടാവും. ഒരു പ്രാവശ്യമെങ്കിലും. വൺ ടൈം അല്ല, ചിലപ്പോൾ വീട് അടുത്തുള്ളവർക്കാണ് വെറുതെ വന്നിരിക്കുക. 10 രൂപ കൊടുക്കണം എന്നുള്ളൂ. ശരി, 10 രൂപ കൊടുക്കണം. ആവശ്യമില്ല, 10 രൂപയ്ക്കില്ല, ഒരു 500 രൂപയ്ക്കില്ലേ വകുപ്പുണ്ട്. അതെ, സമാധാനം കിട്ടാൻ വേണ്ടി ഇവിടെ നന്നായി. ഫ്രെയിമിലൊരു വൃത്തിയായിട്ടാൻ വന്നിട്ടുണ്ട്. നമുക്കൊരു കാഴ്ച കാണിച്ചു തരേ. നമ്മളിവിടെ വന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയാണ്. ഒരമ്മപ്പട്ടി കുഞ്ഞിന് പാലൂട്ടുന്ന് കാണിച്ചു തരാം. ആരും വിടുന്നില്ല, ഇവന് വിടുന്നില്ല. ഇവൻ ഫോട്ടോ എടുത്തിട്ട് ഇവന് മതിയാവുന്നതല്ല. അപ്പോൾ വ്ളോഗ് ചെയ്യാൻ പറയുമ്പോൾ ഫുൾ ഫോട്ടോ ആണ് ആരും. അപ്പോൾ ആ കാഴ്ച കാണിച്ചു തരാം. പാലക്കാടിന്റെ നെൽവരമ്പിന്റെ ഇടയിലൂടെ ഏതാടാ സംഭവത്തിന് പറയാ? അല്ലടാ, അങ്ങനെ ഇന്ന് നടക്കുന്ന പറയാ. നടക്കുന്ന എന്തോ അറിയില്ലേ? ഒന്നും പറയില്ല. വരമ്പ്. വരമ്പ് കണ്ട. ഇനി വരമ്പ് കണ്ടില്ലെങ്കിൽ ദേ അങ്ങോട്ട് നോക്കൂ. ഓ മോനെ, ഗോൾഡൻ സ്കൈ കണ്ട. അമ്പോ അശ്വിനെ, എന്ത് രസം കാണാൻ. സമാധാനം, കാറ്റ്, ശാന്തത. ഇതല്ലേ ഒരു സമാധാനം. കാര്യം മതി, ഇത്ര വേണ്ട മനുഷ്യന്. സമാധാനം ഉണ്ടാവണ ഇങ്ങനെയുള്ള പ്ലേസിൽ വന്നിട്ട് നിൽക്കണം. അത് ശരിയാ, വളരെ ശരിയാ. ഇവന്റെ സ്ഥലം എവിടെയാണോ? പാലക്കാടാണ്. എനിക്ക് ഈ നായി പോലത്തെ ഇതുവരെ ഇങ്ങോട്ട് വന്നിരിക്കുക. എനിക്ക് ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് ഇഷ്ടമല്ല. ഇവിടെ ആരുമില്ല. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ആളുകളില്ല. കുറച്ചപ്പുറം നല്ല എന്തോ ചെണ്ടുമല്ലിയ പാടാ, അങ്ങനെ എന്തൊക്കെ കാണാൻ ഭയങ്കര തിരക്ക്. നമ്മളവിടെ പോയിട്ട് വരുമായിരുന്നു, പക്ഷെ അവിടെ ഭയങ്കര ആൾക്കൂട്ടോ, ഒരു രസത്തിലാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് എൻ്റെ മോനെ സാധനം മാറി, വൈബേ മാറി. ഒച്ചപ്പാടില്ല, കിളികളൊച്ച, പിന്നെന്താ കാറ്റിന്റെ നെല്ലിമണികൾ ഇങ്ങനെ ഇവിടുന്ന് സ്മെല്ലടിക്കും. മറ്റേ നെല്ലിന്റെയും മണ്ണിന്റെയും സ്മെല്ലിങ്ങനെ അടിക്കും. കിട്ടില്ല. അത് ആസ്വദിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ ഇരിക്കാണ്. സത്യം. ബാക്കിൽ നിന്ന് ഒരാൾ വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എടുത്തേനെ. ക്ഷീണം ചെറുതായിട്ട് തട്ടിയിട്ടുണ്ട്, പായസം കുടിച്ചിട്ടേ ഉറങ്ങാത്തോണ്ടാ. പക്ഷെ വന്നത് നമുക്കൊരു അല്ല, എനിക്ക് ഇവിടത്തെ പറ്റി പറഞ്ഞു കഴിയാനല്ലോ, പറഞ്ഞു തീർക്കാൻ പറ്റില്ല അങ്ങനെ. അതെ, അത് കണ്ടറിയണം അല്ലേ? നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ട് ഇത് കാണണം. ലൊക്കേഷൻ ഞാൻ കൊടുക്കാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തെങ്കിലും കമന്റിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി.
അത് വിട് എടാ, ഇതിനെപ്പറ്റി എന്താ അറിയാനില്ല, വാക്കുകളില്ല ഈ സാധനത്തിനെ കുറിച്ച് എന്താ പറയാ. നോക്കിയേ ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചു മറ്റിന് ആടുന്ന മറ്റേ നെൽക്കതിരുകൾ. നേരെ നമ്മൾ പോകുന്നത് വരമ്പ്. ഇതാ മല, എൻ്റെ വെള്ളച്ചാട്ടം, ചുറ്റും മല കണ്ട. ശരിക്ക് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ദൂരില്ലേ മറ്റേ വെള്ളം ഒഴുകിയിട്ട് ഇങ്ങനെ എന്താ പറയാ തെറിക്കുന്ന കാണാൻ പറ്റും. ഇങ്ങനൊക്കെ മയില് കാണുന്നുണ്ട്. മയിലിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി കൂട്ടാങ്കിട്ടുണ്ട്. യെസ്, ഒന്നും പറയണ്ട മോനെ, കിടിലും വ്യൂ. ഇവിടെ കിടന്നുറങ്ങാൻ തോന്നുന്നു എനിക്കും. അപ്പം നമുക്ക് വീഡിയോ എന്നാ പിന്നെ വീഡിയോ അതിൻ്റെ ഒക്കെയാണോ കുറേ ലോങ് ഇന്നത്തെ ദിവസം തന്നെ ഇത്ര ഉണ്ട് ഇതില് കാണിച്ചു തരാൻ പറ്റില്ല. ഇത് എന്താ യൂട്യൂബിലോ ഗൂഗിളിലോ എവിടെ നോക്കിയാലും ഈ ഫീൽ കിട്ടില്ല. കാരണം ഇവിടെ തന്നെ വരണം. ഇവിടെ വന്നിട്ട് ഇത് കാണുമ്പോ ഇതങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാണുമ്പോ സുഖം എൻ്റെ മോനെ. അതൊന്ന് വേറെ തന്നെ. അതെ, ഓണം നമ്മൾ പൊന്നോണാക്കി, സത്യം കളറാക്കി കണ്ടോണ്ടിരിക്കുക. ഇതാണ് പൊന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതാണ് സത്യം പറഞ്ഞ ഒരു ഇവിടെ വന്നതാണ് വെർത്ത്. അതന്നെ നമ്മൾ പഠിച്ചു. വെർത്തായിട്ടില്ല. അല്ല ഇവന്റെ വീടും വെറുത്തോട്ടാ. 4 ഗ്ലാസ് പായസം, അതും പലതരം. ഓരോ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വേറെ ഡിഫറൻസ്. അതല്ലേ ഞാൻ പറഞ്ഞിരുന്നു ഇടയ്ക്ക് പറയുന്നത്. സംസാര ഫ്രീഡം ഇവിടെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ട്. പക്ഷെ എന്നാലും ഒന്നും പറയില്ല. സംഭവം എന്താ, ഇവിടെ വരുക, ഇത് കാണുക, ആസ്വദിക്കുക. കൊല്ലങ്കോട് എല്ലാരും കൊല്ലങ്കോട് പോയിച്ചാല് പെരിങ്ങോട്ട് ശരി സ്ഥലം മനസ്സിലാ. പെരിങ്ങോട്ട് ശരി കളവും പോയി അവിടെ എഴുതിയിട്ടുണ്ടോ? പെരിങ്ങോട്ട് ശരി കളവും എന്തായാലും മിസ്സാവാണ്ട് എല്ലാരും കാണണം. യെസ്. അപ്പോ പേര് ഞാൻ കുറെ നേരം പഠിക്കാൻ നോക്കുന്നത് കിട്ടണില്ല സാധനം. അപ്പൊ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. യെസ്. അപ്പോൾ ബൈ ബൈ.